ഇപ്പോൾ കഴിഞ്ഞ ദിവസം നീതി ആയോഗ് ഭവന നിർമ്മാണ പദ്ധതികളിൽ രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസുകളിലൊന്നായിട്ട് ലൈഫ് ഭവന പദ്ധതിയെ അംഗീകരിച്ചിരിക്കുകയാണ്. ഇതുവരെ ലൈഫിൽ 6,547,000 വീടുകൾ നിർമ്മിക്കാനാണ് കരാർ വെച്ചത്. അതിൽ 4,76,076 വീടുകൾ പൂർത്തിയാക്കി. 1,24,471 വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരിയിൽ ലൈഫ് ഭവന പദ്ധതിയിൽ 5 ലക്ഷം വീടുകൾ പൂർത്തീകരിക്കുക എന്ന നാഴികക്കല്ല് പിന്നിടും. അത് വിപുലമായി തന്നെ സംസ്ഥാനത്ത് ആഘോഷിക്കുകയും ചെയ്യും. LDF ഗവൺമെൻറ് പറഞ്ഞത് ചെയ്യുന്നു. UDF ഒരു ഉത്തരവാദിത്വവുമില്ലാതെ പറഞ്ഞതിൽ നിന്ന് പിന്നാക്കം പോകുന്നു. ഇപ്പം എന്തെല്ലാം വാദങ്ങളാണ് വന്നത്? പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കണക്കൊക്കെ ക്ലിയറാണ്, 30 സെക്കൻഡേ അദ്ദേഹത്തിന് വേണ്ടി വന്നുള്ളൂ. എന്നാൽ KPCC പ്രസിഡന്റ് പറയുന്നത് ഒരു കട്ട് ഓഫ് ഡേറ്റും ഇല്ല വീടിന്, തെരഞ്ഞെടുപ്പിനെ കട്ട് ഓഫ് ഡേറ്റുള്ളൂ. അപ്പോൾ തെരഞ്ഞെടുപ്പ് മാത്രമാണ് അവരുടെ ലക്ഷ്യം എന്നാണത് വ്യക്തമാക്കുന്നത്. സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഇപ്പോൾ കാണുന്നത്. ലൈഫ് ഭവന പദ്ധതി 1ാം LDF സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ചതാണ്. ആ ലൈഫ് ഭവന പദ്ധതി ഗംഭീരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ പലതവണ പറഞ്ഞിരുന്നു ഇന്ത്യയിൽ സമാനതകളില്ലാത്ത ഒരു ഭവന പദ്ധതിയാണിത് എന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നീതി ആയോഗ് ഭവന നിർമ്മാണ പദ്ധതികളിൽ രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസുകളിലൊന്നായിട്ട് ലൈഫ് ഭവന പദ്ധതിയെ അംഗീകരിച്ചിരിക്കുകയാണ്. ചില ദേശീയ മാധ്യമങ്ങൾ അത് സംബന്ധിച്ച വാർത്ത കൊടുത്തിരുന്നു. നിങ്ങളുടെ ശ്രദ്ധയിൽ വരാത്തതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്ത്യയിലെ അഫോർഡബിൾ ഹൗസിംഗ് രംഗത്തെ ഒരു ബെസ്റ്റ് പ്രാക്ടീസായിട്ട് ലൈഫ് അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. നീതി ആയോഗാണ് അത് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതുവരെ ലൈഫിൽ 6,547,000 വീടുകൾ നിർമ്മിക്കാനാണ് കരാർ വെച്ചത്. അതിൽ 4,76,076 വീടുകൾ പൂർത്തിയാക്കി. 1,24,471 വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരിയിൽ ലൈഫ് ഭവന പദ്ധതിയിൽ 5 ലക്ഷം വീടുകൾ പൂർത്തീകരിക്കുക എന്ന നാഴികക്കല്ല് പിന്നിടും. അത് വിപുലമായി തന്നെ സംസ്ഥാനത്ത് ആഘോഷിക്കുകയും ചെയ്യും. 5 ലക്ഷം വീട് പൂർത്തീകരിക്കുക എന്നത് ഒരു സംസ്ഥാനത്ത് 5 ലക്ഷം വീടുകൾ പൂർത്തിയാക്കുക എന്നത് ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തതാണ്. മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന തുക ലൈഫിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് നീതി ആയോഗ് ഇതിനെ ബെസ്റ്റ് പ്രാക്ടീസായിട്ട് തിരഞ്ഞെടുത്തത്. 4 ലക്ഷം രൂപ കൊടുക്കുന്നത്. പട്ടികവർഗ സങ്കേതങ്ങളിൽ 6 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. അപ്പം ഈ ലൈഫ് ഭവന പദ്ധതി നീതി ആയോഗ് ബെസ്റ്റ് പ്രാക്ടീസായി തിരഞ്ഞെടുക്കപ്പെട്ട അതേ സമയത്ത് തന്നെ ഇപ്പം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഫെബ്രുവരിയിൽ 5 ലക്ഷം വീടുകൾ എന്ന സ്വപ്ന നേട്ടം നാം കൈവരിക്കും. ആകെ കരാർ വെച്ചത് 6,547,000 വീടുകളാണ്. ഇത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വയനാട്ടിലെ കോൺഗ്രസിൻ്റെ വീടിൻ്റെ കണക്ക് പറഞ്ഞ പോലെയല്ല, കൃത്യം കണക്കാണ്. വയനാട്ടിലെ വീടുകളുടെ കണക്ക് ഇന്നലെ അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ തമിഴ് സിനിമയിലൊരു പ്രസിദ്ധമായ കോമഡി രംഗമാണ് ഓർമ്മ വന്നത്. കൗണ്ടമണി സെന്തിലിനെ 1 രൂപ കൊടുത്ത് പഴം വാങ്ങാൻ 2 പഴം വാങ്ങി വരാൻ പറഞ്ഞയക്കുന്നുണ്ട്. വരുന്ന വഴിക്ക് 1 പഴം തിന്നിട്ട് 1 പഴം കൊണ്ടു കൊടുത്തു. അപ്പോൾ സെന്തിൽ ചോദിക്കുന്നുണ്ട്, 2 പഴം വാങ്ങാനല്ലേ 1 രൂപ തന്നു വിട്ടത്, 1 പഴം എവിടെ? അപ്പോൾ ആ 1 പഴമല്ലേ ഇത് എന്ന് സെന്തിൽ തിരിച്ചു ചോദിക്കുകയാണ്. തിരിച്ചും മറിച്ചുമൊക്കെ ഒരുപാട് പേർ ചോദ്യം ചെയ്തിട്ടും 1 പഴം എവിടെ എന്ന് ചോദിച്ചപ്പോൾ അതല്ലേ ഇത് എന്ന് ചോദിക്കുന്നുണ്ട്. ഏതാണ്ട് അതുപോലെയാണ്, ആ രംഗത്തെയാണ് ഇന്നലത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ കണക്ക് ഓർമ്മിപ്പിച്ചത്. വെറും 30 സെക്കൻഡ് കൊണ്ട് അദ്ദേഹം എത്ര എളുപ്പത്തിലാണ് 300 വീട് വെച്ചു കൊടുത്തത്. 30 സെക്കൻഡേ അദ്ദേഹത്തിന് വേണ്ടി വന്നുള്ളൂ. എന്നിട്ട് പറഞ്ഞു കണക്കൊക്കെ ക്ലിയറാണ്. അതെങ്ങനെയാണ് കണക്ക് ക്ലിയറാവുന്നത്? അപ്പോൾ ആ കണക്കല്ല ഈ കണക്കെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ലൈഫ് മിഷനാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പൂട്ടും എന്ന് UDF കൺവീനറായിരുന്ന MM ഹസൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രഖ്യാപിച്ചത്. ഇന്ന് രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസായി തിരഞ്ഞെടുക്കപ്പെട്ട
5 ലക്ഷം വീടുകൾ പൂർത്തീകരിക്കാൻ പോകുന്ന ലൈഫ് മിഷനാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പൂട്ടും എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ UDF കൺവീനർ പ്രഖ്യാപിച്ചത്. ഞാൻ അവരോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഇനിയും നിങ്ങൾക്കത് പറയാനുള്ള ധൈര്യമുണ്ടോ? ഈ ലൈഫ് മിഷൻ പൂട്ടും എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ? അത് പറഞ്ഞുകൊണ്ട് കൂടിയാണല്ലോ കഴിഞ്ഞ തവണ ജനം അവരെ അടുപ്പിക്കാതിരുന്നത്. അപ്പോൾ ഇതാണ് രണ്ട് മുന്നണികളും തമ്മിലുള്ള വ്യത്യാസം, രണ്ട് നയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അതാണ് LDF ഗവൺമെൻറ് പറഞ്ഞത് ചെയ്യുന്നു, UDF ഒരു ഉത്തരവാദിത്വവുമില്ലാതെ പറഞ്ഞതിൽ നിന്ന് പിന്നാക്കം പോകുന്നു. ഇപ്പം എന്തെല്ലാം വാദങ്ങളാണ് വന്നത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കണക്കൊക്കെ ക്ലിയറാണ്, 30 സെക്കൻഡേ അദ്ദേഹത്തിന് വേണ്ടി വന്നുള്ളൂ. എന്നാൽ KPCC പ്രസിഡന്റ് പറയുന്നത് ഒരു കട്ട് ഓഫ് ഡേറ്റും ഇല്ല വീടിന്, തെരഞ്ഞെടുപ്പിനെ കട്ട് ഓഫ് ഡേറ്റ് ഉള്ളൂ. അപ്പോൾ തെരഞ്ഞെടുപ്പ് മാത്രമാണ് അവരുടെ ലക്ഷ്യം എന്നാണത് വ്യക്തമാക്കുന്നത്. കട്ട് ഓഫ് ഡേറ്റ് ഇല്ല. എത്ര ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള കയ്യൊഴിയലാണ് അദ്ദേഹം നടത്തുന്നത്. വേറൊരു KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് പറഞ്ഞത് സർക്കാർ ഭൂമി നൽകാത്തത് കൊണ്ടാണ്. അപ്പോൾ റവന്യൂ മന്ത്രി ചോദിച്ചു, നിങ്ങൾ ഭൂമിക്ക് കത്ത് നൽകിയത് എവിടെ? പിന്നെ അതിനെക്കുറിച്ച് മിണ്ടാട്ടമില്ല. പിരിച്ച പണം എവിടെ? അതിന് മിണ്ടാട്ടമില്ല. പിരിച്ച പണം എന്ത് ചെയ്തു എന്ന് ചോദിച്ചിട്ട് അവർക്ക് മറുപടിയില്ല. അപ്പോൾ കഴിഞ്ഞ 1.5 കൊല്ലം കൊണ്ട് പ്രഖ്യാപിച്ചൊരു 100 വീട് പോലും ഉണ്ടാക്കാൻ കഴിയാത്തവരാണ് 100 സീറ്റ് ഞങ്ങൾക്ക് തരൂ എന്ന് പറയുന്നത്. എന്തായിരിക്കും കഥ? അതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കോൺഗ്രസിനെ പോലെ ഞങ്ങൾ ഓരോരുത്തരും സ്വയം പ്രഖ്യാപിച്ചല്ലല്ലോ സ്ഥാനാർത്ഥികളാവുന്നത്. ഞങ്ങളുടെ പാർട്ടിയിൽ ഓരോരോ ചുമതല ഏൽപ്പിക്കലാണ്. സ്ഥാനാർത്ഥിയാവുക എന്ന് പറഞ്ഞാൽ പാർലമെൻ്ററി രംഗത്ത് പ്രവർത്തിക്കാൻ നിയോഗിക്കുക എന്നാണ് അർത്ഥം. ചിലപ്പോൾ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കാനോ ആയിരിക്കും നിയോഗിക്കുക, ചിലപ്പോൾ ട്രേഡ് യൂണിയൻ രംഗത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രംഗത്തായിരിക്കും പ്രവർത്തിക്കാൻ നിയോഗിക്കുക. അത് ഉചിതമായ സമയത്തല്ലേ പാർട്ടി തീരുമാനിക്കുക. ഞാൻ പറഞ്ഞത് ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടിയിൽ ഓരോരുത്തരും അവരവരുടെ കാര്യം സ്വയം തീരുമാനിക്കുകയും സ്വയം പ്രഖ്യാപിക്കുകയല്ല ചെയ്യുക.